മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ വളരെ ഒരു മഹത്തായ വാചകമുണ്ട്. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചു. എന്താണ് ആ ആയത്തിലൂടെ പറയുന്നത്? ഒരു മുസ്ലിമാവുക എന്ന് പറയുന്നത് അത് പേരിലല്ല, ജീവിതാനുഭവങ്ങളിലൂടെ യാഥാർത്ഥ്യത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ അവന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായി അള്ളാഹു പറയുന്നത് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് പൊതു സമൂഹത്തിൽ പൊതുസമക്ഷത്തിൽ പറയാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റു മതങ്ങളിൽ നിന്ന് നമ്മെ, നമ്മുടെ സ്വഭാവവും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ ജീവിത രീതികളും ജീവിത ശൈലികളും നമ്മെ ഒരു മുസ്ലിമാക്കി മാറ്റുമ്പോഴാണ് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അതെ ഞാനൊരു മുസ്ലിമാണെന്ന് പൊതുസമക്ഷം പറയാൻ സാധിക്കും. മദ്യം ഹറാമാണ്. സാമൂഹ്യ സേവനം ഒരു വിശ്വാസിക്ക് അത്യന്താപേക്ഷിതമാണ്. ലഹരിയോട് അടുത്ത് പോകരുത്. വ്യഭിചാരത്തിന് നിങ്ങൾ ഒരിക്കലും അതിനോട് അതിന്റെ വഴികളിൽ കൂടി നിങ്ങൾ നടന്നു പോകരുത്, അതിനോട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിശ്വാസിക്ക് നിയമോപദേശം നടത്തുകയാണ്. അവിടെയൊക്കെ എത്രത്തോളം സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. സിന ചെയ്യരുത് എന്നല്ല, സിനയോട് അടുക്കുക പോലും ചെയ്യരുത്. അതിന്റെ ഏതൊക്കെ കവാടങ്ങളുണ്ടോ അവിടെ നിന്നൊക്കെ നിങ്ങൾ ഒഴിഞ്ഞമാണ്. അതുകൊണ്ട് കണ്ണിനെ സൂക്ഷിക്കണം. അത് വരുന്ന അതിന്റെ പ്രവൃത്തി ഫലമാകുന്ന നാവിനെ സൂക്ഷിക്കണം, ചെവിയെ സൂക്ഷിക്കണം, കൈകളെ സൂക്ഷിക്കണം. തുടർന്ന് വരുന്ന എല്ലാവിധ ഫിത്നകളെ തൊട്ട് നിങ്ങൾ മാറി നിൽക്കണേ. ഇങ്ങനെ എത്ര എത്ര മൂല്യമത്തായ കാര്യങ്ങളാണ് മതം, റിലീജിയൻ നമ്മോട് കൽപ്പിക്കുന്നത്. എന്നാൽ മതമില്ലാത്ത യുക്തിവാദികൾ പറയുന്നത് എന്താണ്? യുക്തിവാദം ലോകത്തോട് വെച്ച് പുലർത്തുന്നത് എന്താണ്? പുരുഷന് പുരുഷനുമായും സ്ത്രീ സ്ത്രീയുമായും അഭിരമിക്കുന്നതിന് കുഴപ്പമില്ല, അവിടെ സന്തോഷത്തിനാണ്, ഹാപ്പിനെസ്സിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നാണ് ഇസ്ലാം മതം പറയുന്നത്. അത് വ്യക്തിബന്ധങ്ങൾക്കും സമൂഹ നന്മക്കുമാണ്. ഇപ്പോൾ യുക്തിവാദികൾ പറയുന്ന വലിയ സിദ്ധാന്തം LGBTQ+ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ വളർന്നു വരുന്ന തലമുറയൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഒരു പുരുഷനെ വിവാഹം കഴിച്ചുകൂടാ? ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ഒരു സ്ത്രീയുമായി വിവാഹം കഴിച്ചുകൂടാ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണല്ലോ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ തുടങ്ങിയ തീയതികൾ ഈ ആധുനിക യുക്തിവാദികൾ ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ക്യാമ്പസുകളൊക്കെ അതിനുള്ള ചർച്ചകൾ ചൂട് പിടിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്കും ഇത്തരം സംവിധാനങ്ങൾ ആധുനിക തലമുറയിൽ ലഭ്യമാക്കിക്കൂടാ എന്നുള്ള ചിന്തയുടെയും പഠനത്തിന്റെയും പുതിയ നിരീക്ഷണ ഗമനങ്ങളുടെയും ഒരു പുതിയ വാതായനമാണ് ലോകത്ത് തുറന്നു വെച്ചിട്ടുള്ളത്. പക്ഷെ ഇസ്ലാം പറയുന്നത് അങ്ങനെ ഒരു പുരുഷനും ഇവിടെ വിവാഹം കഴിക്കുകയാണെങ്കിൽ, സ്ത്രീയും വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുകയില്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അത്തരം ചെയ്തികളെ നിശിതമായി വിമർശിക്കുന്നതോടൊപ്പം അത് പാടില്ലാത്തതാണ് എന്ന് പോലും അള്ളാഹുവിന്റെ വിശുദ്ധമായ നമ്മോട് കൽപ്പിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമെല്ലാം സിസ്റ്റമാറ്റിക്കാണ്. ഇതെല്ലാം വളരെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ നിയമനിർമ്മാണം നടത്തിയത് ഇന്നും പ്രസക്തമാണ്. ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ അറബികൾക്ക് അവരുടെ കൈകളിലേക്കും ഹൃദയങ്ങളിലേക്കും ഇറങ്ങിയ ഖുർആൻ തന്നെയാണ് 15 നൂറ്റാണ്ടുകൾക്ക് പുറവും നമ്മൾ വായിക്കുന്നതും അവതീർണമാക്കുന്നതും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഈ വരുന്ന ചോദ്യങ്ങൾക്ക് മുന്നിലും ഈ നിരീക്ഷണ പാഠങ്ങൾക്ക് മുന്നിലും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് എന്റേതായ സ്വത്വബോധമുണ്ട്,
എന്റെ മതം എന്താണ് പറയുന്നത്, അവിടെ എനിക്ക് നിലനിൽക്കണമെന്ന ആത്മചിന്ത കൈവരിക്കുമ്പോഴാണ് ആ അഭിമാനബോധം ഉണ്ടാവുക. അങ്ങനെ അഭിമാനത്തോടെ മുസ്ലിം എന്ന് വിശേഷിപ്പിക്കുന്നവരെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി പറയുന്നുണ്ട്. അഫമൻ ശറഹല്ലാഹു സദറഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി. അഥവാ അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിനുള്ള ഏറ്റവും അർത്ഥം അവന്റെ ഹൃദയാന്തരങ്ങളിൽ ഈമാനുണ്ട്, ഇസ്ലാമുണ്ട്, അവൻ മുസ്ലിമായി അവന്റെ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ ആ പൂർവസൂരികൾ കാണിച്ചു തന്ന പാത അത് വളരെ കൃത്യവും സ്ഫടിക സമാനവുമാണ്. അതിനെയൊന്നും തിരുത്താനോ അതിനെയൊന്നും ചോദ്യം ചെയ്ത് അതിനെ അപ്രസക്തമാക്കാനോ പോലും നമുക്ക് അവകാശവാദങ്ങളില്ല. കാരണം ഇവിടെ മദ്ഹബിന്റെ ഇമാമുമാർ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചതാണ്, 1 ലക്ഷവും 10 ലക്ഷവും ഹദീസ് മനഃപ്പാഠമാക്കിയവരാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകൾ. ഇവിടെ ഖബർ സിയാറത്ത് ജായിസാണ്, അത് സുന്നത്തായ കാര്യമാണ്. ഇവിടെ തവസ്സുലാക്കി മഹാന്മാരോട് പ്രാർത്ഥിക്കൽ അതിവിടെ കുഴപ്പമില്ലാത്തവർ. ആരാ പറയുന്നത്? 10 ലക്ഷത്തോളം 1 ലക്ഷത്തോളം ഹദീസ് മനഃപ്പാഠമുള്ള ഷാഫി ഇമാമിനെ പോലെ ഹംബലി ഇമാമിനെ പോലെ പോലെയുള്ള മഹാപണ്ഡിതന്മാരാണ്. നമ്മൾക്ക് കേവലം 1000 ഹദീസുകൾ കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമുള്ള ഇജ്തിഹാദിന് കഴിവുള്ള ഈ പൂർവസൂരികൾ പറഞ്ഞതിനെ നമ്മൾ എങ്ങനെ നിരാകരിക്കും? നമുക്ക് കേവലം വാക്കർത്ഥങ്ങളും അതുപോലെ അതിന്റെ പുറംപൊരുൾ മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ ഓരോ ഹദീസുകളും. എന്നാൽ മഹാനായ ശാഫി ഇമാമാണ് പറഞ്ഞത്, എന്റെ കുതിരയുടെ കയർ, എന്റെ ഒട്ടകത്തിന്റെ കയർ മരുഭൂമിയിൽ നഷ്ടപ്പെട്ടാൽ ഞാൻ അത് ഇജ്തിഹാദ് ചെയ്ത് ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്താൻ എനിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞത് മഹാനായ ശാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരോടാണോ കേവലം ഏതെങ്കിലും ഹദീസിന്റെ പുറച്ചട്ടയുടെ അർത്ഥങ്ങൾ മാത്രമുള്ള നമ്മൾ വാദിച്ചുകൊണ്ട് അത് ശരിയല്ല എന്ന് അവലംബിക്കുന്നത്? വളരെ അബദ്ധചിന്തകളല്ലേ അതാരണം എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ മഹാന്മാർ ഇവിടെ കാണിച്ചു തന്ന ആ സ്ഫടിക സമാനമായ നിലപാടുകൾ അത് ഖിയാമത്ത് നാൾ വരെ ശരാശരി 100% ശരിയാണ് എന്ന് വിശ്വസിക്കലാണ് പാവപ്പെട്ടവരായ നമ്മുടെ ബാധ്യത. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ മതചിഹ്നങ്ങളെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. മതങ്ങളുടെ ചിഹ്നങ്ങൾ, അതുപോലെ ആ മതത്തിന്റെ ബഹുമാനപ്പെട്ട ആദരവുകൾ, അതിനോട് നാം എന്നും വിധേയരാകണം. നമ്മിൽ നിന്ന് പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരു ചിന്താശേഷിയും അതുപോലെ നമ്മൾ നോക്കി എടുത്തുകളയുന്ന വളരെ സങ്കടകരമായ ഒരു സംഭവമാണ് ഇന്ന് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓതി വെച്ച ആയത്ത് തന്നെ ഇവിടെ നമുക്ക് അഭിമാനത്തോടെ മുസ്ലിം എന്ന് പറയണമെങ്കിൽ അതിന്റെ സൈദ്ധാന്തികവും അതിന്റെ ആദർശപരവും നിലപാടും എന്നും നമ്മൾ കാത്തു സൂക്ഷിക്കാൻ സുസമ്മതരായി ജീവിക്കണം. തിരുസുന്നത്തുകൾ നമ്മൾ ജീവിതാവസാനം വരെ മുറുകെ പിടിക്കുമ്പോഴാണ് മുസ്ലിമീൻ എന്ന് പറയാൻ സാധിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഈ യുക്തിവാദവും ലിബറൽ ചിന്തയും അതിന്റെ ദൂഷ്യഫലങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ വിദഅത്വാദങ്ങൾ, മഹാന്മാർ ഇവിടെ സ്ഥാപിച്ചു പോകുന്ന തവസ്സുൽ ഇസ്തിഗാസ, മഹാനായ ഇന്നും നമുക്ക് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മഹാനായ അബൂ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. എന്താണ്? കുട്ടിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഅബയിലെ നിവാസികൾ പരാതി പറയുകയാണ്. അന്നത്തെ മക്കയിലെ പ്രമുഖനായ അബൂ താലിബിനോട് എന്താണ് പറയുന്നത്? നമ്മുടെ നാട്ടിൽ വരൾച്ചയാണ്, എന്താണ് ചെയ്യുക? മഹാനായ അബൂ താലിബ് ആ സമയത്ത് കുട്ടിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി കഅബയുടെ അരികെ ചെന്നുകൊണ്ട്
നബി തങ്ങളോട് പ്രശ്നം പറയുകയാണ്. നബി തങ്ങൾ എന്താണ് പറഞ്ഞത്? നബി തങ്ങൾ നേരെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണോ? അല്ല, ചെയ്തതല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൈ ഉയർത്തിക്കൊണ്ട് ആംഗ്യം കാണിച്ചു. നബി തങ്ങളിലൂടെ അബൂ ത്വാലിബ് സഹായം തേടി. ഇതല്ല നമ്മൾ കബറിടങ്ങളിൽ ചെയ്യുന്നത്. മഹാന്മാരെ മുൻനിർത്തി തവസ്സുലാക്കി ഇസ്തിഗാസ ചെയ്യുന്ന ആ പ്രവൃത്തി അബൂ ത്വാലിബ് കാണിച്ചു തന്നതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചതാണ്. ഇതെങ്ങനെയാണ് വിധനത്താവുക? അപ്പോഴും വിധനികളാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എത്ര ലക്ഷം സൂഫിയാക്കളും മൗലിയാക്കളും ഇവരെല്ലാം വിധനികളാണോ എന്ന് മറിച്ചോട് നമ്മൾ ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, ദീനീ ശിആറുകളെ ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കുക. മതചിഹ്നങ്ങൾ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ചരിത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അത്തിപ്പറ്റ ഉസ്താദ് ജീവിതാവസാനം വരെ സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടുവന്ന മഹാനാണ്. ഇന്ന് നമുക്കറിയാം, അദ്ദേഹം ജീവിതത്തിൽ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്ത തിരുസുന്നത്തുകൾ എന്നും ജീവിക്കുന്നതായി കാണാൻ പറ്റുന്നതാണ് ഗ്രേസ് വാലിയിലെ ക്യാമ്പസുകളും അത്തിപ്പറ്റ ഉസ്താദിന്റെ ആ ഫതുവിൽ ഫത്തമ ക്യാമ്പസും. അവിടൊക്കെ സന്ദർശിക്കുന്നവർക്ക് കാണാൻ സാധിക്കും. അവിടെ ഭക്ഷണത്തിന് സമയമായാൽ 4-5 പേര് ഒരൊറ്റ തളികയിൽ കൂട്ടമായി നിന്ന് ഭക്ഷിക്കുകയാണ്. ഇതാര് കാണിച്ചതാണ്? മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരുസുന്നത്തിനെ അദ്ദേഹം ജീവിതാന്ത്യം വരെ വെച്ച് പുലർത്തി. മഹാനോടൊപ്പം യാത്ര ചെയ്യുമ്പോഴൊക്കെ ഉസ്താദുമാരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, റോഡരികിലൂടെ യാത്ര പോകുമ്പോൾ അൽ ഫാത്തിഹ അൽ ഫാത്തിഹ അൽ ഫാത്തിഹ ഇങ്ങനെ മുഴങ്ങുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ നാവിൻ തുമ്പുകളിലൂടെ. അത്തിപ്പറ്റ ഉസ്താദിനോട് ചോദിക്കും, ആർക്കു വേണ്ടിയാണ് നമ്മൾ ഫാത്തിഹ ഓതുന്നത്? മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവിടെ മറുപടി പറയുമത്രേ, ഈ റോഡരികിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ അനേകായിരങ്ങൾ 6 അടി മണ്ണിൽ വിശ്രമം കൊള്ളുകയാണ്. അവരുടെ ഇത് ആരുടെ ചര്യയാണ്? മുഅ്മിനീങ്ങളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ എത്ര റോഡരികിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ എത്ര ഫാത്തിഹ ഓതാറുണ്ട്? ഇവിടെയാണ് അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകളെ ആദരവോടെ കാണുക എന്ന് പറയുന്നത്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. നമ്മൾ മുസ്ലിമാണെങ്കിൽ ഈ ഐഡന്റിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. കേവലം വളർന്നു വരുന്ന പൊതുതലമുറ ഓണത്തിനും അതുപോലെ ക്രിസ്മസിനും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പെൺകുട്ടികൾ തട്ടമിട്ടുകൊണ്ട് ഇസ്ലാമിന്റെ ശിആറുകൾ പാലിച്ചുകൊണ്ട്, പേരിൽ മാത്രം പാലിച്ചുകൊണ്ട്, തട്ടമിട്ടുകൊണ്ട് ക്യാമ്പസുകളിലും മറ്റും അരങ്ങ് തകർക്കുന്ന വളരെ വേദനാജനകമായ കാഴ്ച. പലവിധ കൂടിക്കലരുകൾ, എന്തുവേ ഇസ്ലാമിന്റെ ശിആറുകൾ തലയിൽ തട്ടമിട്ടുകൊണ്ട്, മുസ്ലിം ഐഡന്റിറ്റി ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ പച്ചയായി വ്യഭിചരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇസ്ലാമിന്റെ ശിആറുകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. വെറും നാമത്തിന് പേര് ഫാത്തിമ, ആദില, ആമിന, നൂറ എന്തൊക്കെ പേരുകളും, പക്ഷേ ഇസ്ലാമിനെ ശിരസാവഹിക്കാൻ നമ്മുടെ ആധുനിക തലമുറ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ഹിജാബിട്ടുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദീനിനെ ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിൽ ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്ന അത്തിപ്പറ്റ ഉസ്താദിനെ നമ്മൾ മാതൃകയാക്കേണ്ടത്. എത്രയെത്ര മുറപ്പിയായ ഓർമ്മകളാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദൊക്കെ ഇവിടെ ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് മുന്നിൽ മാതൃകയാക്കിയത്. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ ദീനി ചൈതന്യത്തെ ചോദ്യം ചെയ്യപ്പെടുമാറ് ഇന്ന് നമ്മുടെ ആധുനിക തലമുറ വളർന്നു വരികയാണ്. ഒരു കല്യാണം നടക്കുമ്പോൾ എന്തൊക്കെ പേക്കൂട്ടലുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിലേറെ വേറെ ആരാണ് ഈ പേക്കൂട്ടുകൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു വധുവിനെ ഒരു മഹല്ലിലെ മുഴുവൻ ചെറുപ്പക്കാരുടെ മുന്നിലും വെച്ച് ഫോട്ടോഷൂട്ട് നടത്തി. ആ ഫോട്ടോഷൂട്ടിൽ ആരെയാണ് കാണിക്കുന്നത്? ആ കെട്ടിച്ചു കൊടുക്കുന്ന മകളുടെ പിതാവിന് ബോധം വേണം. എന്റെ മകൾ എന്ന് പറഞ്ഞാൽ അത് അമാനത്താണ്.
അത് അവളുടെ ഭർത്താവിനും മഹറമായ ആളുകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, വേറെ അന്യ പുരുഷന്മാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതല്ല എന്ന് തന്റെ ഇടമുള്ള മാതാപിതാക്കൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവർ, എങ്ങോട്ടാണ് ഈ കോമിന്റെ പോക്ക്? സാന്ദർഭികമായി ഞാൻ പറയുകയാണ്, വലിയ വലിയ ഓഡിറ്റോറിയങ്ങളിൽ ആ നിക്കാഹിന്റെ പരിശുദ്ധമായ കേരളത്തിൽ എന്താണ് നിക്കാഹിലൊക്കെ പറയുന്നത്? എന്നിങ്ങനെ ആ മഹത്തായ വാചകങ്ങൾ അത് പറഞ്ഞ് കാളിയാല് ഇറങ്ങിപ്പോന്ന പിന്നെ അവിടെ ഹറാമല്ലേ നടക്കുന്നത്? ഈ പല പുരുഷന്മാരുടെ മുന്നിൽ വെച്ച് സ്വന്തം മകളെ ഒരു ഇന്ന് ബന്ധം സ്ഥാപിച്ച ഭർത്താവ് അവരുടെ ഫോട്ടോഷൂട്ടിനനുസരിച്ച് അന്യ ചെറുപ്പക്കാരുടെ മുന്നിൽ കിസ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു. അവര് പറയുന്ന തോന്നി മാസത്തിന് മുഴുവൻ തന്റെ മകളെ വെച്ചു കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാനുള്ള ഇസ്ലാമുള്ള മാതാപിതാക്കൾക്ക് സാധിക്കും. കാരണം നാളെ ഇവൻ എന്റെ മകളെ ഇനി വേറെ എന്തിനൊക്കെയാണ് സമീപിക്കുക എന്ന് എന്തുറപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുക. അവിടെയാണ് മുസ്ലിമായി ജീവിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് വിവാഹത്തിന് ഇത്തരം ചെയ്തികൾ ഫോട്ടോഷൂട്ട് നടത്തണം. നമ്മൾ സാമ്പത്തികമായി സൂചിപ്പിക്കുകയാണ്. അതിനെ നമ്മൾ നമ്മുടെ വീടുകളിൽ ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കണം, സ്റ്റേജ് കെട്ടണം. അവിടെ അവർ ഫോട്ടോഷൂട്ട് നടത്തട്ടെ. ഇവിടെ അന്യ മഹല്ലിലെ അന്യ പുരുഷന്മാരോ അന്യ സ്ത്രീകളോ കാണാത്ത വിധത്തിൽ അവിടെയും നല്ല രീതിയിൽ ഫോട്ടോഷൂട്ട് നടത്താമല്ലോ. എന്തിനു വേണ്ടി? ഹറാമിനെ ഹലാലായ ഒരു പുണ്യമായ സുന്നത്തായ കർമ്മത്തെ ഹറാമാക്കി നമ്മൾ പുലർത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുസ്ലിമാണോ ഇത്തരം ചെയ്തികളിൽ നിന്ന് നമ്മൾ പിന്മാറണം. നമ്മുടെ മഹലിലോ നമ്മുടെ ബന്ധങ്ങളിലോ ഇത്തരം ചെയ്തികൾ പാടില്ലാത്തതാണ് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ നിക്കാഹിന്റെ ലെറ്റർ വീട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പുറംഭാഗം എല്ലാവരും വായിക്കണം. അതിലൊക്കെ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? സുന്നി മഹല്ല് ഫെഡറേഷൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അത് ഇന്നൊന്നര തുടങ്ങിയതല്ലല്ലോ. 1926 ഇവിടെ സജ്ജിതനായ ഈ കണ്ണീർ ഉസ്താദിനെ പോലെ ശംസുൽ ഉലമയെ പോലെ മഹത്തായ ആരിഫികൾ സൂചിപ്പിച്ചു വെച്ചതല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹത്തായ ആ ആദർശത്തിന് കോട്ടം വരുത്തുന്ന രീതിയിൽ അതിന്റെ പുറകിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കോട്ടം കൂടിയുള്ള ഇത്തരം ഹറാമുകൾ കലർത്തുന്ന പ്രവണത പാടില്ല. അതുപോലെ ധാർമ്മികതയ്ക്ക് എതിരാകുന്ന ഒരു പ്രവണതയും ആ നിക്കാഹിന്റെ സദസ്സിൽ പാടില്ല. അതുകൊണ്ട് അത്തരം ചെയ്തികളൊക്കെ സൂക്ഷിക്കുമ്പോഴാണ് ഞാനൊരു മുസ്ലിമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ ആയത്ത് നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ. നമ്മൾ എന്ന് ദീനിനെ നിസ്സാരമായി കാണുന്നുവോ അന്ന് നമ്മുടെ ദീനിന്റെ മേക്കിട്ട് കയറാൻ മറ്റു സമുദായങ്ങൾ നമ്മൾക്കുണ്ട്. അതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഈ അടുത്ത് നമ്മിൽ നോക്കി നടന്നത് ഹിജാബ് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഹിജാബിനെ ഇവിടെ ഒരു ഈ കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് മതത്തിനും ആദർശത്തിനും ജാതിക്കും എന്ന് മാത്രമല്ല എല്ലാവരും തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന മഹത്തായ പാരമ്പര്യമാണ് ഇന്ത്യൻ പാരമ്പര്യം. അതിന് വിഘാതമാകുന്ന രീതിയിലാണ് ഹിജാബിന്റെ കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നും അത് ധരിക്കാൻ പാടില്ല എന്നും തുടങ്ങിയ പ്രവണതകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നത് അത് നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള ധാർമ്മികപരമായ ദീനിനോടുള്ള ശിആറിനോടുള്ള ഉത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മറ്റു സമുദായക്കാർക്കും തോന്നുക ഇവർ കേവലം തട്ടവിട്ട് ഇസ്ലാമിന്റെ ശിആറുകൾ പാലിക്കാൻ ഇവർക്ക് കഴിയില്ലെങ്കിൽ ഇത് വെറും ഔപചാരികതയാണ്. ഇവർ ദീനിന് വേണ്ടിയല്ല, വെറും ഒരു സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വേണ്ടിയാണ് തട്ടമിടുന്നത്. നിസ്കരിക്കുന്നത് വെറും ദീനിന് വേണ്ടിയല്ല എന്ന് പൊതുസമുദായം മനസ്സിലാക്കുകയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏത് പ്രതിസന്ധിയുടെ ഏത് മൂലക്കുള്ളിൽ നമ്മിലേക്ക് വന്നാലും ദീനിനെ മുറുകെ പിടിക്കുക എന്നുള്ളത്
ഓരോ പൗരന്റെയും മുസ്ലിമിന്റെയും അവകാശമാണ്, അധികാരമാണ്. അവന്റെ സത്യസന്ധതയ്ക്ക് വേണ്ടി അവൻ ജീവിതാവസാനം വരെ പുലർത്തേണ്ടതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി അന്യ നാട്ടിൽ പോയി ദീൻ പ്രചരിപ്പിക്കാൻ പോയി. ആ സമയത്ത് എല്ലാവർക്കും അതിഥിയെ സ്വീകരിക്കുന്നത് പോലെ ഭക്ഷണം വിളമ്പി. അങ്ങനെ ഭക്ഷണം വിളമ്പിയപ്പോൾ ആ ഭക്ഷണത്തിൽ നിന്ന് ഏതാനും മറ്റുകൾ ഭക്ഷണത്തളികളിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോ തിരുനബിയുടെ നാട്ടിൽ നിന്ന് യാത്ര വന്ന ആൾ സ്വഹാബി ആ മറ്റെടുത്ത് ഭക്ഷണത്തളികളിലേക്ക് മറ്റു ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നത് കണ്ടപ്പോ ഇസ്ലാം മതം സന്നിവേശിച്ചിട്ടില്ലാത്ത അവിടുത്തെ ആഡംബര പ്രൗഢിയുടെ രാജാവ് പറഞ്ഞു അത്രേ, മുഹമ്മദിന്റെ നാട്ടിൽ നിന്ന് പട്ടിണി കൊണ്ട് വന്നതാണോ? ഇവിടെ പട്ടിണി കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുന്നിൽ എത്രയോ ഭക്ഷണങ്ങളുണ്ട്, അതുകൊണ്ട് വേസ്റ്റ് ആയത് വേസ്റ്റ് തന്നെയാണെന്ന് പറഞ്ഞപ്പോ അവിടെ ആ സ്വഹാബി നിലപാട് സ്വീകരിച്ച നിലപാടാണ് പ്രിയപ്പെട്ടത്. ആ സ്വഹാബി മുഖത്തോട് മുഖം നോക്കി പറഞ്ഞു, ഞാൻ ഒരു മുസ്ലിമാണ്. എന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു തന്ന സൈദ്ധാന്തികത അത് ഈ മഹത്തായ ആദർശമാണ്. ഒരു പറ്റി പോയാൽ അവർക്ക് ഭക്ഷിക്കണം എന്നാണ് ഞങ്ങളുടെ മതം കൽപ്പിക്കുന്നത്. കാരണം ഓരോ വറ്റിനും ഏത് വറ്റിനാണ് ബർക്കത്ത് എന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് എല്ലാ വറ്റുകളും തുടച്ച് ആ ഭക്ഷണത്തെ ബഹുമാനിക്കണേ എന്നാണ് ഞങ്ങളുടെ പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് ജീവിതാവസാനം വരെ ഞങ്ങൾ പുലർത്തുക. ഈ ഒരു നീയത്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. അല്ലാതെ കേവലം വേഷങ്ങളും ആരാധനകളും ഷിയാറുകളും ആർക്കോ വേണ്ടി ദീനിനെ പണയപ്പെടുത്തി നമ്മൾ ഒരു കാര്യത്തിന് മുതിർന്നാൽ അവിടെ ഉറപ്പാണ് ആ ദീനിനെ മറ്റുള്ളവർ ആക്രമിക്കും. കാരണം ഇവിടെ ആ സമൂഹം കണ്ടുപോരുന്ന ഒരു വിചാരവും അവരുടെ ബോധമുണ്ട്. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. മുസ്ലിം എന്ന് പറയുമ്പോൾ അവർ കള്ളു കുടിക്കാത്തവരാണ് എന്ന് ഇവിടെ പൊതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹിന്ദുക്കൾക്കറിയാം, ക്രൈസ്തവർക്കറിയാം. പക്ഷെ അത് പൊതുസമൂഹത്തിൽ നിന്ന് നമ്മൾ തന്നെ അതിനെ തോന്നുന്ന മാതിരി വ്യഭിചരിക്കാൻ നിന്നാൽ, അത്തരം നിയമങ്ങൾ നമ്മൾ പാലിക്കാതിരുന്നാൽ അത് സമൂഹം ചോദ്യം ചെയ്യപ്പെടും. ഇതിന്റെ സിസ്റ്റത്തിന് തെറ്റുപറ്റും. അതിലൊരു ഉദാഹരണമാണ് എറണാകുളത്തിൽ നമ്മൾ കണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ട് ദീനിനെ ദീനായി കാണാൻ നമ്മൾ ശ്രമിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങളെയും അല്ലാഹു സംരക്ഷിക്കും. റസൂല് പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ സന്നദ്ധരാവണം. നിങ്ങൾക്ക് കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ ഇവിടെ ഹമാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഫലസ്തീനിന്റെ വിജയം എന്നെന്നും നിലനിർത്തി കൊടുക്കാൻ സാമ്പത്തികമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹമാസിനെ ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിച്ചപ്പോൾ അവരുടെ ഹമാസ് പോരാളികളുടെ തലയിൽ മുത്തം വെച്ചുകൊണ്ടാണ് ഏതാനും മാസങ്ങളായി തടവിലായി എന്ന് പാർപ്പിച്ചിരുന്ന പോരാളികൾ അവരുടെ സ്വന്തം നാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ ഹമാസിന് നന്ദി സൂചകമായി ചെയ്യുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. ഇസ്ലാം അങ്ങനെയാണ്. ഒരു തലമുറയിൽ പാർപ്പിക്കുന്ന തലമുറയിൽ പാർക്കുന്ന പോരാളികളോട് പോലും എങ്ങനെ നിങ്ങൾ പെരുമാറണമെന്ന് പഠിപ്പിച്ചവരാണ്. അതുകൊണ്ട് നബിതങ്ങളൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكثر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. പ്രതിസന്ധികൾ വരുമ്പോൾ ദീനിനെ നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാരണം ഇവിടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് അതിന്റെ ആർട്ടിക്കിൾ 25, 26 നമുക്ക് ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ ഹൈന്ദവനെ പൊട്ടിട്ട് ധരിക്കാവുന്നത് പോലെ ക്രിസ്ത്യാനിക്ക് തട്ടമിട്ട്
കന്യാസ്ത്രീക്ക് തട്ടമിട്ട് ജീവിക്കാനുള്ള അധികാരമുള്ളതുപോലെ മുസ്ലിമിന്റെ തൊപ്പിയും തലപ്പാവും ഹിജാബും നിഖാബും ധരിക്കാനുള്ള പൂർണ്ണമായ അധികാരം നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 26 protects collective rights for religious in the groups എന്ന് ഭരണഘടനയിൽ 26 ആർട്ടിക്കിളായി ജനാധിപത്യമായി അംബേദ്കർക്ക് നമുക്ക് ഉറപ്പ് നൽകിയതാണ്. നമ്മൾ എന്ത് വേണം? ദീനിനെ മുറുകെ പിടിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാവാൻ നമ്മുടെ മുൻഗാമികൾ ജീവിച്ചതുപോലെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.